ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ആപ്പിൾ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇത്രയധികം ഹക്കോബ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടോ, എന്തോരം കളക്ഷൻസ് ആണ്. അതിൽ തന്നെ നല്ല വെറൈറ്റി കളേഴ്സും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയും പോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി എടുത്ത് പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനിയും നമ്മൾ ഇതേപോലെയുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വരണോ, അതുപോലെ തന്നെ ഇത്രയും റേറ്റ് കുറച്ച് നമ്മൾ ഡ്രസ്സായിട്ട് വരണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും റിപ്ലൈ വരാനായിട്ട് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ റിപ്ലൈ വരാൻ കുറച്ച് ഡിലേ ആവും. കാരണം എന്താ വെച്ചാൽ ഒന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി മെസ്സേജാണ് വാട്സപ്പിൽ വരുന്നത്. അപ്പോൾ എല്ലാം തന്നെ അറ്റേ ടൈമിൽ ഒരാളെ കൊണ്ട് അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഓരോരുത്തരായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യേണ്ടി വരും. കാരണം പല കസ്റ്റമേഴ്സിനും പല തരത്തിലുള്ള ഡൗട്ടാണ്. അതൊക്കെ ക്ലിയർ ചെയ്ത് അവരോട് സംസാരിച്ച് അത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്തിട്ടാണ് അടുത്ത ആൾക്ക് മെസ്സേജ് അയക്കുന്നത്. അതുപോലെ തന്നെ അവരായിട്ട് ചാറ്റ് ചെയ്ത് അത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് പേയ്മെൻറ്റ് മേടിച്ച് അത് ക്ലോസ് ചെയ്ത് അടുത്ത ആളുടെ ചാറ്റിങ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴേക്കും മെസ്സേജ് അയച്ചവർ എൻ്റെ മെസ്സേജ് നോക്കിയിട്ടില്ല എന്നൊക്കെ. അതുപോലെ ഇപ്പോൾ മെസ്സേജ് നോക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞു, അങ്ങനെയൊക്കെ മെസ്സേജ് നോക്കാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ് കേട്ടോ. കോൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള നമ്പർ എൻ്റെയാണ്. അതിലോട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ നമ്പർ ഏതാണെന്ന് പറഞ്ഞു തന്നാൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 hour 2 hour ഒക്കെ എടുത്തിട്ടായിരിക്കും കേട്ടോ വെബ്സൈറ്റിൽ വരുന്നത്. കാരണം വെബ്സൈറ്റിൽ ഇടാൻ കുറച്ച് ടൈം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമായിരിക്കും വെബ്സൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കമൻറ്റ് വേണ്ട, വെബ്സൈറ്റിൽ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഞാൻ എത്രയും അധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞാലും ആരും തന്നെ അത് കേൾക്കുന്നില്ല, കേൾക്കാൻ ആർക്കും സമയമില്ല എന്ന് തോന്നുന്നത്. അതിന് മുന്നേ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. കാരണം നമ്മളതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, ഈ റിപ്ലൈയുടെ ആയാലും അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ കാര്യമായാലും. ഇനി വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വെബ്സൈറ്റിൽ മുന്നേ ഉള്ളതൊക്കെ സോൾഡ് ഔട്ട് ആണല്ലോ എന്ന്. മുന്നേ ഉള്ളതൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന വീഡിയോയിലെ കളക്ഷൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ വീഡിയോ ഇട്ട് ഒരു 1 day 2 ഡേയിലുള്ളിൽ സാധനം തീർന്നു പോകും നമ്മളുടെ. അപ്പോൾ അത് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് വെബ്സൈറ്റിൽ കാണിക്കും. പുതിയ ഡിസൈൻ ആയിരിക്കും വെബ്സൈറ്റിൽ എപ്പോഴും ഉണ്ടാവുന്നത്. പിന്നെ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമൈസ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒത്തിരി കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊന്നും സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റംസ് അല്ല. സോൾഡ് ഔട്ട് ആവുന്നത് ഈ റെഡി സ്റ്റോക്ക് ഐറ്റംസ്, ഇതേപോലെ നമ്മൾ കൊണ്ടുവരുന്ന റെഡി സ്റ്റോക്ക് ഐറ്റംസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വെബ്സൈറ്റിൽ സോൾഡ് ഔട്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി നമ്മളുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഹക്കോബ ഫാബ്രിക് ആണ്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എപ്പോഴാണ് കൊണ്ടുവരുന്നതെന്നുള്ളത്. അതായത് ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് കണ്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഹക്കോബ കൊണ്ടുവരാനായിട്ട്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യം ലെങ്ത്തോട് കൂടിയ സ്ലീവ്, പിന്നെ സ്ലീവിൻ്റെ മുകളിലായിട്ട് ചെറിയ പഫൊക്കെ കൊടുത്ത് അങ്ങനത്തെ മോഡലൊക്കെ കൊണ്ടുവരാൻ ഒത്തിരി പേര് ചോദിച്ചു. അപ്പോൾ വെറൈറ്റി മോഡൽസ് ആയിട്ടാണ് ഹക്കോബ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. കോളർ നെക്കിൻ്റെ ഹക്കോബ കാണിക്കുന്നുണ്ട്, വി നെക്കിൻ്റെ കാണിക്കുന്നുണ്ട്, സ്ക്വയർ നെക്കിൻ്റെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ പഫ് കൊടുത്ത മോഡൽ കാണിക്കുന്നുണ്ട്, സ്ലീവിൻ്റെ മുകളിൽ പഫ് കൊടുത്ത മോഡൽ കാണിക്കുന്നുണ്ട്. പല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കുർത്തീസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് പറയാം, 550 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത്യാവശ്യം ഫ്ലെയറോട് കൂടി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഹക്കോബ അറിയായിരിക്കുമല്ലോ പെർ മീറ്ററിന് എത്ര റേറ്റ് ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ സൈസൊക്കെ വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ, XXL ഇത്രയും സൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഹക്കോബ പിന്നെ കോട്ടൺ ഇതൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ സൈസിനെക്കാട്ടും ഒരു സൈസ് എക്സ്ട്രാ ബുക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ജോർജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്ട്രെച്ചബിൾ ആയിരിക്കും. അതൊക്കെ നമ്മളുടെ സൈസ് അനുസരിച്ച് ബുക്ക് ചെയ്താലും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരു സൈസ് എക്സ്ട്രാ ബുക്ക് ചെയ്താലും നല്ലതായിരിക്കും. ജസ്റ്റ് ഷേപ്പ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെട്ടത് ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് അയക്കുക.
വാട്സപ്പ് അയക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ സൈസ് കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ. മേ ബി ചിലപ്പോൾ ആ ഒരു ഡ്രസ്സ് 1-2 പീസായിരിക്കും ബാലൻസ് ഉണ്ടാവുക. അവൈലബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് എന്ന് പറയും, പക്ഷേ സൈസ് പറയണം, എന്നാലാണല്ലോ നമുക്ക് നോക്കി പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത് കണ്ടോ, ക്ലോസ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും അതിലെ പ്രിൻറ്റും ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ എല്ലാം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഹക്കോബയില നമുക്ക് പേഴ്സണലായിട്ട് ഒന്നും എടുത്തു പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഇത് കണ്ടോ, താഴെ ആ ഒരു ഓപ്പണിങ് കൂടി കൊടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിപ്പോൾ ചെറിയൊരു 3/4 ലെഗിങ്സ് അങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൻ്റെ കൂടെ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം മൾട്ടി കളറൊക്കെ വരുന്ന ഹക്കോബയുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോ, ഇതും നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഇതിൽ ആ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഓരോന്നും എടുത്തെടുത്ത് ആ സ്ലീവ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. ഇത്തവണ നമ്മൾ നല്ല വെറൈറ്റി പ്രിൻറ്റ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹക്കോബയിൽ. നമ്മൾ ഇതിനു മുന്നേ വളരെ കുറച്ച് പ്രിൻ്റ് ഉള്ളത് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കുർത്തീസ് മാത്രമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരാം ഏതെടുക്കണം എന്നുള്ളത്, അത്രയധികം കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ്. മേ ബി നിങ്ങൾ ചിന്തിക്കാം ഈ 550 കൊടുക്കുമ്പോൾ ലൈനിങ് ഉണ്ടാവും എന്നുള്ളത്. ലൈനിങ് ഉണ്ട് കേട്ടോ, കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. 550 ആണ് റേറ്റ് വരുന്നത്. നമ്മൾ സ്ക്രീനിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നമ്പർ വാട്സപ്പ് അയക്കാനും ഒരു നമ്പർ കോൾ ചെയ്യാനും. നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചിട്ട് റിപ്ലൈ ഇല്ലെങ്കിൽ മാത്രമാണ് കോൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്തിട്ട് ഇപ്പം തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല, ഒരു 1 hour 2 hour ഒക്കെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ മെസ്സേജ് നോക്കി അത് ക്ലിയർ ചെയ്തിട്ട് വേണമല്ലോ അടുത്ത ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ. കണ്ടോ, ഇപ്പോൾ കണ്ട പോലെ തന്നെ നമ്മൾ എല്ലാ കുർത്തീസിനും ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മോഡൽ ലുക്കാണ് ലഭിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രിൻറ്റും നല്ല അടിപൊളി പ്രിൻറ്റ് തന്നെയാണ്. ഈ ഹക്കോബ എല്ലാം തന്നെ 550 ആണ് കേട്ടോ. ഒരു ഹക്കോബ മാത്രം 499 വരുന്നുണ്ട്. അതൊരു ലേസ് വെച്ചിട്ടുള്ളതാണ്. അത് പ്ലെയിൻ ആണ്, അതിൽ വേറെ പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അത് ഞാൻ കാണിക്കാം കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ ആ 499 കുർത്തി കാണിക്കുന്നുണ്ട് ഹക്കോബ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണാൻ പറ്റും. അത്യാവശ്യം ഫ്ലെയറോട് കൂടി തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് ഈ മോഡലിന്. പിന്നെ ഞാൻ 499 പറഞ്ഞ ഹക്കോബ വന്നിട്ട് സ്ലിറ്റ് ടൈപ്പ് ആണ്. കുറച്ചും കൂടി ഏജ് ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതായാലും ഏജ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം. നല്ല മോഡൽ തന്നെയാണ്. ഇതിൽ ഭയങ്കര ഹെവി ഹാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഞാനിത് വിടർത്തി കാണിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കോളർ നെക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോളർ നെക്കോട് കൂടി ഒരു ഫ്രോക്ക് മോഡലാണ് വരുന്നത്. ചെറിയ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. താഴെ കണ്ടോ, താഴെ നമ്മളൊരു ഫ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, അതും കാണാനായിട്ട് അത് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോട്ടം 3/4 ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും, അതായത് ഫുൾ ലെങ്ത്തിലല്ല 3/4 ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ഇത് വെച്ച് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതെല്ലാം തന്നെ 550 ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 499 വരുന്നത് സ്ലിറ്റ് ആയിരിക്കും, പ്രിന്റ് ഇല്ലാതെ. അതും കാണിക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ. നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതിനും ആ കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട്. കോളർ നെക്കും ആ സ്ലീവൊക്കെ സെയിം പോലെ തന്നെ ചെറിയ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു ചെറിയ ഫ്രില്ല് മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വിയർ ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു മോഡൽ ലുക്കാണ് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇത് വിയർ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് കാണുന്ന ഡ്രസ്സും വന്നിട്ട് ഹക്കോബ ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ വിടർത്തി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അടുത്ത് വെച്ച് കാണിക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിനും നമ്മൾ ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയും സൈസ് വരുന്നത് സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL ഇത്രയും സൈസാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ടോ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അടുത്ത് വെച്ച് കാണിക്കുമ്പോഴേക്കും. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഫ്ലെയറോട് കൂടി തന്നെയാണ് നമ്മൾ ഈ കുർത്തീസ് എല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ആ 499 കുർത്തീസ് മാത്രമേ ഉള്ളൂ സൈഡ് സ്ലിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി ഇതൊക്കെ A ലൈനാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തോടു കൂടി തന്നെയാണ് നമ്മൾ എല്ലാ കുർത്തീസും തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, നിങ്ങളുടെ വീഡിയോൻ്റെ ലൈക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയും ഇതേപോലെ റേറ്റ് കുറവിലുള്ള കുർത്തീസായിട്ട് വരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. പിന്നെ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം
നേരത്തെയൊക്കെ നമ്മൾ 1 വീക്കിൽ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെയാണ് ഇട്ടിരുന്നത്. പക്ഷേ എല്ലാവരും ചോദിച്ചു തുടങ്ങി ഒരു 1.5 ഇടവിട്ട് വീഡിയോ ചെയ്യുമോ എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അജ്രക്ക് മോഡലിലുള്ള കുർത്തിയാണ്. ഇതിൽ അത്യാവശ്യം മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, മിറർ മാത്രമല്ല ആൻറ്റിക്കോൾഡ് കട്ട് ബീഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ പ്രിൻറ്റ് കണ്ടോ, കാന്ത പ്രിൻ്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു കുർത്തി കാണാനായിട്ട്. ഇത് നമുക്ക് അതായത് ലെഗിൻസിൻ്റെ കൂടെ മാത്രമല്ല ഈ ഒരു കുർത്തി ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ടോപ്പായിട്ട് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അല്ലാതെ ഹാൻഡ് വർക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് ജീൻസിൻ്റെ കൂടെ എങ്ങനെയാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനിത് വെയർ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ജീൻസിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് പെയർ ചെയ്ത് പോകുന്നുണ്ട് ഇത്. പിന്നെ ഇത് സൈഡ് സ്ലിറ്റ് മോഡലിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം ലെങ്ത്തോടു കൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു 3 കളർ കൂടി അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ടത് റെഡ് ആണെങ്കിൽ നെക്സ്റ്റ് കാണുന്നത് ബ്ലൂ കളറ്, പിന്നെ ഗ്രീൻ കളറ്, ബ്ലാക്ക് കളറ്. ഇതിൻ്റെ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. പക്ഷെ അന്നേരം ഞാൻ വിയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വിയർ ചെയ്ത് കാണിക്കാറുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 499. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്. ഇപ്പോഴത്തെ ഓഫറാണ്. അപ്പോൾ ഇനി ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഈ ഒരു കുർത്തി, അതുകൂടി ശ്രദ്ധിക്കുക. ഹക്കോബ പോലെയല്ല, ഇതാകെ കുറച്ച് പീസേ ഉള്ളൂ. അപ്പം ഞാനത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു ഇത് വിയർ ചെയ്ത് കാണിക്കോ എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത്. ഇതിൻ്റെ എല്ലാ കളറും തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലൂ കളർ ആയാലും ബ്ലാക്ക്, ഗ്രീൻ, റെഡ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളറാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് വാട്സപ്പ് അയക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് അയക്കുമ്പോൾ സൈസ് കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ. അത് മറക്കരുത്. കാരണം എന്താ വെച്ചാൽ സൈസ് പറഞ്ഞാൽ മാത്രമാണ് അവൈലബിൾ ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ പറയാറുണ്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരത് സീൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ അത് നോക്കുമ്പോഴേക്കും നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു കുട്ടി വേറെ കസ്റ്റമറിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വേറൊരു കസ്റ്റമറിന് മെസ്സേജ് അയച്ച് അവരോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മെസ്സേജ് കാണാതെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ഒന്ന് മിസ് കോൾ അടിച്ചിടുക, അല്ലെങ്കിൽ ഒരു ഹായ് അയച്ചിടുമ്പോഴേക്കും നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് വരും. അത് നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും. എന്നിട്ടും ഇനി കാണാതെ പോവുകയാണ്, ഇപ്പോൾ ഒരു മെസ്സേജ് വല്ലതൊക്കെ നമ്മൾ കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതിയാവും കേട്ടോ. ആ നമ്പറിൽ വിളിച്ച് പറയുമ്പോഴേക്കും ഞാൻ ആ കുട്ടിയെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ റിപ്ലൈ കിട്ടാണ്ട് പോകുന്നുള്ളൊരു ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട. പിന്നെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് മാക്സിമം ഹക്കോബ ആയിരിക്കും കേട്ടോ വെബ്സൈറ്റിൽ കൊടുക്കുന്നത്. ബാക്കി ഈ അജറക്ക്, കോട്ടനൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പീസ് കുറവല്ലേ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുർത്തി വന്നിട്ട് പാനൽ കട്ടിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കോട്ടൺ ഫാബ്രിക് ആണ്. ചെസ്റ്റിൽ നമ്മളൊരു പാച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം പാച്ച് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ കൂടി നമ്മൾ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 450 ആണ് റേറ്റ് വരുന്നത്. 450ക്ക് നല്ല വർത്ത് ആയിട്ടുള്ള കുർത്തി തന്നെയാണ് കേട്ടോ. ഇത് അതിൻ്റെ നെക്സ്റ്റ് കളറാണ്, ഗ്രേ കളറാണ്. അതിൻ്റെ കളർ ചേഞ്ച് വരുന്നതാണ്. ഇതും നല്ലൊരു അടിപൊളി കുർത്തി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും പാനൽ കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പാനൽ കട്ടിൽ വെറും 450ക്ക് ഈ ഒരു കുർത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ വർത്ത് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും മേ ബി വെബ്സൈറ്റിൽ ഇടാൻ ചാൻസ് ഇല്ല. വെബ്സൈറ്റിൽ ഹക്കോബ മാത്രമായിരിക്കും. കാരണം സ്റ്റോക്ക് കൂടുതലുള്ളത് ഹക്കോബയാണ്. ഇതൊക്കെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാക്സിമം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാൻ നോക്കുക. ഞാൻ ഇതിൻ്റെ സൈസ് പറഞ്ഞു പോകാത്ത അതുകൊണ്ടാണ്. വളരെ കുറച്ച് പീസും സൈസും മാത്രമാണുള്ളത്. എന്തായാലും അപ് ടു XXL മാത്രമേ ഉണ്ടാവുള്ളൂ. അത് സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL ഇത്രയും സൈസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളറിൻ്റെ ഫോട്ടോ, ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചിട്ട് അതിൻ്റെ കൂടെ സൈസ് കൂടി മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതിയാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയും അത് അവൈലബിൾ ആണോ ഇല്ലേ എന്നുള്ളത്. ഇത് കണ്ടോ, വിയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ലുക്കാണ് വരുന്നത്. നമുക്ക് പാനൽ കട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ. കാരണം പാനൽ കട്ട് വരുമ്പോൾ അത്യാവശ്യം ഫ്ലെയറും തോന്നിക്കും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ആ ചെസ്റ്റിൽ വന്നിട്ടുള്ള പാച്ച്, ആ സെയിം പാച്ച് തന്നെ സ്ലീവിൻ്റെ എൻഡിൽ കൂടി ബോർഡർ ആയിട്ട് കൊടുക്കുമ്പോഴും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് പ്രത്യേകിച്ച് കോട്ടൺ ഡ്രസ്സുകൾക്ക് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ബ്ലൂ ആണ് വരുന്നത്. ബ്ലൂവും നല്ലൊരു അടിപൊളി ഡ്രസ്സ് തന്നെയാണ്. ബ്ലൂ വളരെ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. പിന്നെ ഇനി ഞാൻ ഹക്കോബയുടെ ഞാൻ വെയർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ കോട്ടൺ അല്ലാതെ നമ്മൾ നേരത്തെ കാണിച്ച ഹക്കോബ വെയർ ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെയൊരു ലുക്കാണ് ലഭിക്കുന്നത്. ഇതൊക്കെ കോളേജ് വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, താഴെ ഭാഗത്ത് ചെറിയൊരു ഫ്രില്ല് വരുന്നുണ്ട്.
വീനക്കാണ്, കോളർ നെക്ക് കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില ആളുകളുടെ തോന്നലാണ് ഇത് ചിലത് നമുക്ക് ചേരില്ല, നമ്മൾ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമ്മൾ അത് അണിഞ്ഞൊരുങ്ങണ രീതിയിലിരിക്കും കേട്ടോ. നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ചേരും. അപ്പോൾ അതനുസരിച്ചുള്ള ബോട്ടമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് ഫുൾ ലെങ്ത് ഉള്ള ബോട്ടം വെയർ ചെയ്യരുത്, 3/4 ടൈപ്പുള്ള ബോട്ടം വെയർ ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. പണ്ടൊക്കെ ആലിയ കട്ട് ഒത്തിരി പേർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ആലിയ കട്ട് ഇട്ടാൽ എനിക്ക് ചേരോ ഇല്ലയോ, വയറ് തോന്നിക്കോ, അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ആലിയ കട്ടാണ്. കാരണം വയറുള്ളവർക്ക് പോലും അത് അറിയില്ല ആലിയ കട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ മടിച്ച് നിൽക്കാതെ ഒരു തവണ ഏതെങ്കിലും ഒരു വെറൈറ്റി കളക്ഷൻ കണ്ടാൽ നമ്മൾ ഒരു തവണ ഒന്ന് ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് അതൊന്ന് വിയർ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചോക്കർ നെക്ലസ് ആണ് വെയർ ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്ന രീതിയിൽ ഇത്ര ഹെവി ആക്കണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിമ്പിൾ ചെയിനൊക്കെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ലുക്ക് വരും. അപ്പോൾ ഒരു വാച്ചും സിമ്പിളായിട്ടുള്ള ചെയിനും ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം അതേ രീതിയിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഓണത്തിൻ്റെ കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട്. ആരും പേടിക്കേണ്ട, മിക്കവാറും നമ്മൾ സൺഡേ ഓണത്തിൻ്റെ കളക്ഷൻസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ സൺഡേ വീഡിയോ കാണണം കേട്ടോ. സൺഡേയിലത്തെ വീഡിയോ വരുന്നത് 3 മണിക്കായിരിക്കും, ഈവനിങ് 3 മണിക്ക്. അതാകുമ്പോൾ പിന്നെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമായിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് മറക്കാതെ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി പേര് പറയാറുണ്ട് ഞങ്ങൾ വൈകിപ്പോയി കാണാനായിട്ട്, അപ്പോഴേക്കും സ്റ്റോക്ക് തീർന്നു പോയി എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് മിക്കവാറും ചിലതൊക്കെ ഒരു ദിവസത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും, ചിലത് 2 ഡേയ്സിൽ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ നേരത്തെ അത് വീഡിയോ കണ്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് കൂടാതെ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്, ലെങ്ത്ത് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ, ലൈനിങ് ഉണ്ടോ ഇല്ലയോ, ഏത് സൈസാണ്, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. കാരണം ഈ ഒരു യൂട്യൂബിൻ്റെ ഇതിൽ കമൻ്റ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് വോയിസ് ആയിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടാണ് നമ്മൾ. അപ്പോൾ വാട്സപ്പിലാകുമ്പോൾ നമുക്ക് വോയിസ് ഇടാൻ പറ്റും. യൂട്യൂബിൽ അത് കമൻ്റ് ആയിട്ട് ഇടുമ്പോഴേക്കും നമുക്ക് അത്രയും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല ടൈപ്പ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസിൽ ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എങ്ങനത്തെ തരം ആണ് ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നതെന്നുള്ളത്. കാരണം വീഡിയോൻ്റെ ലൈക്കും നമുക്ക് പ്രധാനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി പറയുമ്പോഴേക്കും നമുക്ക് അതേ രീതിയിലുള്ള ഡ്രസ്സുകൾ ഇനിയും കൊണ്ടുവരാൻ പറ്റും. അതുപോലെ റേറ്റ് കുറച്ച് അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ നമ്മളുടെ റേറ്റ് ഒക്കെ. നമ്മൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് എല്ലാ കുർത്തീസും നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആണ്. റെഡി സ്റ്റോക്ക് മാത്രമല്ല, നമ്മൾക്ക് കസ്റ്റമൈസേഷൻ ഡ്രസ്സ് കൂടി ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ ആപ്പിൾ ഫാബ് അല്ലെങ്കിൽ ഗ്രീഷ്മാസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. അതിൽ നമ്മളുടെ എല്ലാ ഇതും, അതായത് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്, ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേരുടെ കാണാൻ പറ്റും. നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത് കൂടാതെ കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് കാണാൻ പറ്റുന്നതാണ്. ബ്രൈഡൽ ലെഹങ്ക മാത്രമല്ല കസ്റ്റമൈസ്ഡ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഡെമ്മിൽ വെയർ ചെയ്തിട്ടില്ലേ ഒരു യെല്ലോ കളറിലെ ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ളതാണ് വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്ക് ബുക്ക് ചെയ്യാം. മോഡലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒത്തിരി ഡ്രസ്സുകളുണ്ട് അങ്ങനത്തെ. അത് നമുക്ക് യൂട്യൂബിൽ അത്രയധികം കാണിക്കാൻ പറ്റാറില്ല, കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കിയാൽ ഇതുപോലെയുള്ള കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ഒത്തിരി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷെ ഒത്തിരി ലെങ്ത്തായി, ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് നമ്മളുടെ വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ അത് ആഡ് ചെയ്യാം കേട്ടോ, നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണണം എന്നുള്ളവർക്ക്, അതായത് ഞാൻ ചിലരുടെ കമൻസ് കാണാറുണ്ട്, ഇവരുടെ നിന്ന് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ, കാരണം ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇത് ജെന്യൂൻ ആണോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ ഡൗട്ട് ഉള്ളവർക്കൊക്കെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി വിസിറ്റ് ചെയ്താൽ മതിയാവും. ഇല്ലാന്നാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ റിവ്യൂസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി ഞാൻ വേറൊരു കുർത്തി കൂടി കാണിച്ചു തരാം.
അത് അജ്രക് കുർത്തിയാണ്, കോട്ടൺ കുർത്തിയാണ്. ഇതിൽ മിറർ വർക്കാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499, ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോർഡർ കൊടുത്തപ്പോഴാണ് ഈ കുർത്തിക്ക് ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുള്ളത്. പിന്നെ ആ ചെസ്റ്റിൽ നമ്മൾ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുർത്തി തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ 499 ഹക്കോബ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിൽ ലേസാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്, ആ നെക്കിലൊക്കെ നമ്മൾ ആ ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സൈഡ് സ്ലിറ്റ് മോഡലിലാണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ 550 ഹക്കോബ. ഇത് വേറൊരു കളർ ചേഞ്ച് ആണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബോഡി വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ നമ്മൾ വേറൊരു അടിപൊളി കളക്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു ഡ്രസ്സ് തീർന്നു പോയത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് കൊണ്ടുവരുമോ എന്നുള്ളത്. ഇതിൻ്റെ റേറ്റും വരുന്നത് 499 ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഫ്രീ ഷിപ്പിംഗ് പറഞ്ഞിട്ടുള്ളത് 1-2 കുർത്തീസാണ്. എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് അല്ല. അത് നിങ്ങൾ വാട്സപ്പ് അയച്ച് ചോദിച്ചാൽ മതിയാവും. ഞാൻ എടുത്തെടുത്ത് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കുർത്തീസ് മാത്രമാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് വരുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുർത്തി വന്നിട്ട് ഈ റെഡ് കളർ പാച്ച് ഉള്ളത് വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ബ്ലാക്ക് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച അജ്രക്കിൽ വരുന്ന കുർത്തിയാണ്, കാന്ത പ്രിൻ്റ് ആണ് വരുന്നത്. ഇത് ഞാൻ വിയർ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, അതിൻ്റെ ആ ചെസ്റ്റിലൊക്കെ മിറർ വർക്ക് ഹെവി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇത് 499 വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ 4 കളേഴ്സാണുള്ളത്. റെഡ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ഇങ്ങനെ 4 കളേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് പെയർ ചെയ്ത് ജീൻസായിട്ട് പെയർ ചെയ്യണോ ലെഗിൻസായിട്ട് പെയർ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജീൻസൊക്കെ ആയിട്ട് പെയർ ചെയ്യുമ്പോൾ ഈ ഒരു ചെയിൻ മാറ്റിയാൽ മതിയാവും. ഞാൻ ഈ ചെയിൻ ഇട്ടിട്ടുള്ളത് ഇത് ലെഗിൻസായിട്ട് പെയർ ചെയ്ത കൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇഷ്ടമാണ് അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്ത് വിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്. നമ്മൾ ടിഷ്യൂ സിൽക്കിൻ്റെ കുർത്തീസ് കൊണ്ടുവരുന്നുണ്ട്. മേ ബി അത് സൺഡേ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ആരും മറക്കാതെ കാണാൻ ശ്രമിക്കും. സൺഡേ 3 മണിക്കായിരിക്കും കേട്ടോ വീഡിയോ വരുന്നത്. മേ ബി അത് ടിഷ്യൂ സിൽക്ക് കുർത്തി ആയിരിക്കാം. ഞാനത് പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്നുകിൽ ടിഷ്യൂ സിൽക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെറൈറ്റി ഏതെങ്കിലും കളക്ഷൻസ് കൂടി നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഇതിൻ്റെ കളേഴ്സ് ഒത്തിരി പേര് ഈ ഒരു കളർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കുർത്തി ഈ ഒരു കളറിൽ കൊണ്ടുവന്നപ്പോൾ ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് 499 ആണ് കേട്ടോ. ഇതിലെ വർക്കും നല്ലൊരു അടിപൊളി വർക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്